നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ വിഷയത്തിൽ വീണ്ടും വലിയ വഴിത്തിരിവ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഒഴിവാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പകരം വരുന്നത് അഷ്വേർഡ് പെൻഷൻ പദ്ധതിയായിരിക്കും. പക്ഷേ ഇത് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല എങ്കിൽ ജീവനക്കാർക്ക് ഇത് ആശ്വാസമാണോ അതോ പുതിയ ആശങ്കയോ? ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ നോക്കാം. ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നിലവിലുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നാണ്. അതോടൊപ്പം അദ്ദേഹം ഉറപ്പു നൽകിയത് DA കുടിശ്ശിക ഉൾപ്പെടെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ആനുകൂല്യവും സർക്കാർ തടഞ്ഞുവെക്കില്ല. ശമ്പള പരിഷ്കരണ ചർച്ചകളും തുടരുകയാണെന്നും ധനമന്ത്രി അറിയിച്ചു. പഴയ വാഗ്ദാനം ഓർമ്മിപ്പിക്കാം. 2013 പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കിയപ്പോൾ ഇടതുമുന്നണി നൽകിയ പ്രധാന വാഗ്ദാനം എന്തായിരുന്നു? അധികാരത്തിലെത്തിയാൽ പങ്കാളിത്ത പെൻഷൻ ഉടൻ പിൻവലിക്കും. പക്ഷേ 10 വർഷം അധികാരത്തിലിരുന്നിട്ടും ആ വാഗ്ദാനം നടപ്പായില്ല. ഇപ്പോൾ സർക്കാർ പറയുന്നു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും, പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് മടങ്ങില്ല എന്ന്. അഷ്വേർഡ് പെൻഷൻ എന്താണ്? ഇവിടെയാണ് പ്രധാന ചോദ്യങ്ങൾ ഉയരുന്നത്. അഷ്വേർഡ് പെൻഷൻ പദ്ധതി എന്നത് ജീവനക്കാർ ശമ്പളത്തിൽ നിന്ന് വിഹിതമടയ്ക്കേണ്ട ഒരു പെൻഷൻ സംവിധാനമാണ്. അവസാനത്തെ ശമ്പളത്തിന്റെ 50% പെൻഷൻ വാഗ്ദാനം ചെയ്യുന്ന സംവിധാനമാണെന്ന് സൂചന. തമിഴ്നാട്ടിൽ ഇതിനകം ഇതേ മാതൃകയിലുള്ള അഷ്വേർഡ് പെൻഷൻ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ കൃത്യമായ നിയമരൂപരേഖ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആശങ്ക. DA വിവാദവും സർക്കാർ വിശദീകരണവും ഇതിനിടെയാണ്. DA അവകാശമല്ല എന്ന് പറഞ്ഞത് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. അതിന് പിന്നാലെയാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് ഒരു ആനുകൂല്യവും തടഞ്ഞുവെക്കില്ല എന്ന വിശദീകരണം. എന്നാൽ നിയമപരമായ നിലയും രാഷ്ട്രീയ പ്രസ്താവനയും വിശ്വസ്തമാണെന്ന് വിമർശനവും ഉയരുന്നുണ്ട്. സമരങ്ങളുടെ പശ്ചാത്തലം 2023 ജൂലൈ മുതൽ 15% ക്ഷാമബത്ത കുടിശ്ശിക 6 ഗഡുക്കളായി നൽകുക, ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, ഈ ആവശ്യങ്ങളുമായി CPM അനുകൂല സർവീസ് സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു. ഇതേ വിഷയത്തിൽ NGO അസോസിയേഷൻ 5 ദിവസം സത്യാഗ്രഹ സമരം നടത്തിയിരുന്നു. പഴയ പെൻഷൻ പദ്ധതി വേണമെന്നാവശ്യപ്പെട്ട് വിരമിച്ച പങ്കാളിത്ത പെൻഷൻകാരും റിലേ സത്യാഗ്രഹം തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പെൻഷനും ശമ്പള പരിഷ്കരണവും വലിയ ചർച്ചയാകുന്നത്. സർക്കാർ നടത്തുന്ന ഈ ചർച്ചകൾ ജീവനക്കാരെ ആശ്വസിപ്പിക്കാനാണോ അതോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കണക്കുകൂട്ടലോ? പുതിയ പെൻഷൻ പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥ ഗുണവും നഷ്ടവും വ്യക്തമാക്കുകയുള്ളൂ. ജീവനക്കാർക്ക് ആശ്വാസമാകുമോ അല്ലെങ്കിൽ പഴയ വാഗ്ദാനങ്ങളുടെ തുടർച്ചയോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളുടെ വിശദീകരണങ്ങളും പുതിയ അപ്ഡേറ്റുകളും അറിയാൻ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.